ഇന്ന് നമുക്ക് അരിയൊന്നും മറക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 250 കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്നും ഓണാക്കി കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് റോസ്റ്റഡ് റവ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓണാക്കി കൊടുക്കാം. ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുത്തിട്ട് ഈ റവ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. റവയെല്ലാം വെന്തിട്ട് നമുക്ക് ഈ ഒരു പാകത്തിനായി കിട്ടണം. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം പെട്ടെന്ന് തന്നെ അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ കൗണ്ടർ ടോപ്പിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ 250 കപ്പിന് 1 കപ്പ് മൈദപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണാണ് മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരേ വലിപ്പത്തിൽ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് ഓരോന്നും നമുക്കിതുപോലെ ബോൾ ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കണം. ഇതുപോലെ നൈസായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അടപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ അങ്ങ് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇതുപോലെ ചൂടായ പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അപ്പം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.